വെൽക്കം ബാക്ക് കൈരളി മിറർ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതു മുതൽ അമേരിക്കയിൽ വിമാനാപകടം തുടർക്കഥയാകുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? കേവലം അപകടമാണോ അതോ അട്ടിമറിയോ? ഒരാഴ്ചക്കിടെ സൈനികർ ഉൾപ്പെടെ 83 പേരാണ് വിമാനം തകർന്ന് മരണപ്പെട്ടത്. മറ്റു രാജ്യങ്ങളിൽ ഏന്തി വലിഞ്ഞു നോക്കി കുത്തിത്തിരിപ്പിന്റെ വാക്കും പ്രവൃത്തിയുമായും തുടരുന്ന ട്രംപിന് സ്വന്തം രാജ്യത്തെ വിമാനാപകടങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ട്രംപിന്റെ വരവിന് മുന്നേ തന്നെ ഒരു അനർത്ഥം പോലെ അമേരിക്കയിൽ വൻതോതിൽ കാട്ടുതീ പടർന്നിരുന്നു. ഇപ്പോൾ വഴക്കിന് പോയ കാനഡയായിരുന്നു അന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനവുമായെത്തി അമേരിക്കയെ സഹായിക്കാൻ ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും നൂറുകണക്കിന് ആളുകളുടെ ജീവനഷ്ടവും സംഭവിച്ച കാട്ടുതീക്ക് ശേഷമാണ് ഇപ്പോൾ തുടർച്ചയായ വിമാനാപകട വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് കാണാതായ പ്രാദേശിക വിമാനം തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അലാസ്കയിൽ നിന്ന് വ്യാഴാഴ്ച പുറപ്പെട്ട വിമാനമാണ് കടലിൽ തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയത്. ബെറിംഗ് എയർ കമ്മ്യൂട്ടർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും കൊല്ലപ്പെട്ടെന്ന് US കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. ഒരു പൈലറ്റും 9 യാത്രക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. റഷ്യൻ അതിർത്തിയോട് ചേർന്ന അലാസ്കയിലെ നോം സിറ്റിയിൽ നിന്നും 34 മൈൽസ് അകലെയാണ് യാത്രാ വിമാനം കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് വിമാനം യാത്ര തിരിച്ചത്. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ സ്ഥലം കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്റർ വഴി തിരച്ചിൽ നടത്തിയപ്പോഴാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 2 രക്ഷാപ്രവർത്തകർ മഞ്ഞുപാളിയിൽ ഇറങ്ങി പരിശോധിച്ച് കാണാതായ വിമാനമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അപകട കാരണം എന്താണെന്ന് അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പ്രദേശത്ത് ചെറിയ രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതായാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. വിമാനത്തിന്റെ തകർന്നതും മഞ്ഞുപാളിയിൽ കിടക്കുന്നതുമായ ചിത്രം കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് അമേരിക്കൻ സെനറ്റ് അംഗം ലിസ മുർക്കോവിസ്കി പറഞ്ഞു. കേവലം 8 ദിവസത്തിനിടെ US സംഭവിക്കുന്ന 3ാമത്തെ വലിയ വിമാന ദുരന്തമാണ് ഇന്നലെ സംഭവിച്ചത്. 8 ദിവസത്തിനിടെ അമേരിക്കയിൽ ഉണ്ടാകുന്ന 3ാമത്തെ വിമാനാപകടമാണ് അലാസ്കയിൽ സംഭവിച്ചത്. സൈനികർ ഉൾപ്പെടെ 83 പേർ ഈ 3 അപകടങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജനുവരി 29-ന് യാത്രാ വിമാനം സൈനിക കോപ്റ്ററുമായി കൂട്ടിയിടിച്ച് 67 പേരാണ് കൊല്ലപ്പെട്ടത്. ആകാശത്ത് വെച്ച് വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയെന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ലോകത്തെ ഏറ്റവും മികച്ച എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലാണ് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്, അതും സൈനിക വിമാനം. വ്യാഴാഴ്ച തന്നെയായിരുന്നു ഈ അപകടവും സംഭവിച്ചെന്നത് മറ്റൊരു യാദൃച്ഛികം. സൈനികരുമായി പരിശീലന പറക്കൽ നടത്തിയിരുന്ന US ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് റീഗൻ എയർപോർട്ടിലേക്ക് വരികയായിരുന്ന യാത്രാ വിമാനവുമായി കൂട്ടിയിടിച്ച് വാഷിംഗ്ടണിലെ പൊട്ടോമാക് നദിയിൽ വീണത്. ജനുവരി 31-ന് ഫിലാദൽഫിയയിൽ അടുത്ത വിമാനാപകടവും ഉണ്ടായിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും വിമാനാവശിഷ്ടങ്ങളിൽ വീണു ഒരാളുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. സൈനിക കോപ്റ്ററുകൾ ഉൾപ്പെടെ 3 ആകാശ ദുരന്തങ്ങൾ അടുത്തിടെ നടന്നത് കേവലം യാദൃച്ഛികമായി ഉണ്ടായ അപകടമാണോ അതോ അട്ടിമറിയോ? അതല്ല ട്രംപ് ഭരണത്തിലേറിയതിന്റെ അനർത്ഥങ്ങളോ? വരും ദിവസങ്ങളിലെങ്കിലും കൃത്യമായ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രത്യാശിക്കാം.